നീ എന്തിനാ ജിമ്മിൽ പോകണം? ആ ജിമ്മിൽ പോണ സമയത്തുണ്ടല്ലോ അല്ല പറമ്പിലിറങ്ങി കളയ്ക്കാൻ നോക്കുക, അല്ലെങ്കിൽ വാഴകളുടെ തട എടുക്കാൻ നോക്കുക. അതാകുമ്പോൾ ആ മിറ്റവും വൃത്തിയായി കിടക്കും. അല്ലെങ്കിൽ 2 വാഴയ്ക്ക് തട എടുത്ത് കഴിഞ്ഞാൽ 10 പൈസയും കൂടി കിട്ടും. ഇത് അങ്ങോട്ട് പൈസ കൊടുക്കുകയും ചെയ്യണം, അത് കഴിഞ്ഞ് അവിടെ പോയി പണിയെടുക്കുകയും ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ മിക്ക കാരണവന്മാർ ജിമ്മിൽ പോകണ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ മക്കളുടെ അടുത്ത് പറഞ്ഞ കാര്യമായിരിക്കും ഇത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അതുപോലെ തന്നെ ഇവിടെ ഒരു ഇത്ത വരുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 വയസ്സ് മേളിൽ പ്രായമുണ്ട്. 50 55 60 വയസ്സ് അത്രയും പ്രായമുണ്ട് പുള്ളിക്കാരിക്ക്. അപ്പോൾ പുള്ളിക്കാരി വന്നു, പുള്ളിക്കാരുടെ കാലുവേദന ഒക്കെ ജോയിൻറ്റ് പെയിനൊക്കെ കുറവുണ്ടായിരുന്നു. അന്നേരമാണ് നാട്ടിലുള്ള കുറേ ടീംസ് ഉണ്ട്, വലിയ ബുദ്ധിമാന്മാരുണ്ടല്ലോ, അവന്മാർ പറഞ്ഞു ഇത്രയും പ്രായമായില്ലേ എന്തിനാ ജിമ്മിൽ പോണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാണാവില്ല ജിമ്മിൽ പോയി, ഇനി വണ്ണം ഇത്രയും പ്രായമായി നിങ്ങൾ എന്തിനാ വണ്ണം കുറയ്ക്കാൻ പോണേ എന്നുള്ള രീതിക്ക് സംസാരിച്ചു. അതുകൊണ്ട് ആൾ വരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതിന് പറയാൻ സത്യം പറഞ്ഞാൽ എൻ്റെ വായിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ തന്നെ, അതുകൊണ്ട് ഞാൻ അത് ഈ വീഡിയോ അതുകൊണ്ട് പറയാനുള്ളതാണ്. കുറേ ആൾക്കാരുണ്ട് അവർക്ക് ഇത് എന്നാന്നോ ഈ ഏരിയയിൽ തന്നെ നടക്കണമെന്നുള്ളതോ, ഒരു 10 വയസ്സുവരെ വെളുകുമ്പോൾ ഈ പൊട്ടന്മാർക്കില്ല. അവർക്ക് ഈ നാട്ടുകാരെന്നാ ചെയ്യണോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താ ചെയ്യണോ എന്നൊക്കെ നോക്കി നടക്കാൻ, അല്ലാണ്ട് അവർക്ക് അവരുടെ കുറ്റം പറഞ്ഞ് എന്ത് ചെയ്താലും കുറ്റം പറയാനായിട്ടും കുറേ ആൾക്കാരുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ അത് കേട്ട് വരാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് നോക്കാണ്ടിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഈ പറയണ മലരന്മാർക്കും വാണക്കുറ്റികൾക്കും വേറെ നഷ്ടമൊന്നും വരാനൊന്നുമില്ല. അവന്മാർ നിങ്ങൾ കുറച്ച് ആളത് വന്നു കഴിയുമ്പോൾ നിങ്ങളെ വിട്ടിട്ട് അടുത്ത ആളെ അവന്മാർ പിടിക്കും. അതെൻ്റെ വേറൊരു വശം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്നും കേട്ട് നിങ്ങൾ അപ്സെറ്റ് ആവാൻ നിന്ന് കഴിഞ്ഞാൽ അപ്സെറ്റ് ആവാൻ സമയം കാണുള്ളൂ.